السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله. سورة ياسين 35 ആയത്തുകൾ നമ്മൾ പരിശീലിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി 36ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് പരിശീലിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. ഒന്നാമത്തെ ആയത്ത് ഏതാണ്? 36ാമത്തെ ആയത്ത്. വർഷത്തെ ആയത്ത് സുബ്ഹാനല്ലദി. എന്താണ്? സുബ്ഹാനട്ട ഹാണ് ഹഹിഹു അക്ഷരം മാറിപ്പോരുത്. സുബ്ഹാനല്ലദി. ഇവിടെ ദാലാണ്. നമ്മൾ അധികം ആളുകളൊക്കെ അറിയാണ്ട് സുബ്ഹാനല്ലദി ആയി പോവാറുണ്ട്. എന്താ അക്ഷരം? ദാലാണ് അല്ലേ? നാവിന്റെ തലഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിലുള്ള അക്ഷരാണിത്. ദാൽ. സുബ്ഹാനല്ലദി. അടുത്ത അക്ഷരം നോക്കിക്കോളൂ. ഹലക്കാണോ ഖലഖാണോ? ഖാന്നാണ് അല്ലേ? നല്ലവണ്ണം ശ്രദ്ധിക്കുക ആളുകൾ. സുബ്ഹാനല്ലദി ഹലക്കൽ അസ്വാജായി പോവാറുണ്ട്. പറ്റില്ല. ഇതെന്താ അക്ഷരം? ഇങ്ങനെ ഖാന്ന അക്ഷരം. ഇത് ഹാന്റെ മുകളിൽ പുള്ളി ഇട്ടാൽ ഖ ആണ്. ഈ പുള്ളി അടിയിലായാലോ എന്താ അക്ഷരാവും? ജീമാവും അല്ലെ? ജീമാണ്. മുകളിലായാലും ഖ ആയിട്ടാ. പുള്ളി ഇല്ലെങ്കിൽ ഹ ആണ്. അപ്പൊ ഇത് പുള്ളി ഉള്ളത് കൊണ്ട് ഇത് ഖ തന്നെ വായിക്കണം. ഖലഖ. ഇത് ഖാഫാണ്. ഖലഖ. ഖ വലുതാണല്ലേ? വലിയ അക്ഷരാണ്. ഖാഫും വലിയ അക്ഷരം. ഇടയ്ക്ക് ചെറിയൊരു അക്ഷരമുണ്ട്, ചെറുത് ലാമാണ്. അപ്പൊ ഖലഖാന്നായി പോരുത്. ഖലഖ. എന്താണ്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ. അവിടെ തന്നെ ഖലഖാണ്. കൂടി ഖലഖൽ അസ്വാജ പറയണേ. ഇവിടെ തെറ്റെന്താ വരിക? ഞങ്ങൾ പറയണേ. തെറ്റെന്താ വരിക? ഖലഖൽ അസ്വാജ. മാഷാ അല്ലാഹ്. എന്തായിപ്പോവും? ഖലഖൽ അസ്വാജ ആയിപ്പോവും. ഖലഖൽ അസ്വാജ ആവാൻ പാടില്ല. എന്താണ്? ഖലഖൽ അ. അത് തന്നെ പറഞ്ഞു. അങ്ങനെ ഖലഖൽ അസ്വാജ. ലാമ് ശരിക്ക് കേൾക്കുന്നിട്ട് ആ വരും. അവിടെ ശ്രദ്ധ കൂട്ടിയിട്ട് ഖലഖൽ അസ്വാജ ആയി പോവരുത് എന്നർത്ഥം. നോക്കോട്ടെ. ഖലഖൽ അസ്വാജ കുല്ലഹ കുല്ലഹ കുല്ലഹ. ഇവിടോക്കൂ. മിമ്മ തുംബിതു. ഇവിടെ ഒരു മീം, ചെറിയ കുട്ടി മീമുണ്ട് ഇവിടെ. അതിന്റെ എന്താണ് അതിലുള്ളത്? ഖലാബാണ്. ഇവിടെ തുൻബിത്തു നല്ല പോത. തുമ്പി അല്ലേ? തുമ്പി എന്നൊക്കെ പറഞ്ഞ നമ്മള് തുമ്പി ഇല്ലേ? തുംബിത്തുൽ അർളു. മിമ്മ. ഇവിടെ എവിടെ മണിക്കണം? ശ്രദ്ധയുള്ള മീമുണ്ട്. അപ്പം മിമ്മ തുംബിത്തുൽ അർളു പറയണേ. ലാണ് ഫാത്തിഹയിലുള്ള മഗ്ലൂബി വലദ്ദാന്നൊക്കെ അക്ഷരീതാണ്. ലാണ്. ഇതിന്റെ പേരെന്താണ്? ലാദ്. ഇതാണ് മിമ്മ തുംബിത്തുൽ അർളു. അവിടെ വാവ് പറയുമ്പോ ശരിക്കും മുമ്പോട്ട് ചുണ്ട് കൂട്ടി പിടിച്ചിട്ട് അർളു വമിൻ അൻഫുസിഹിം. ഇവിടെ എന്തുണ്ട്? ഇഖ്ഫാണ്ട്. ന്യൂനേഷൻ ഫാ ഉണ്ട് അല്ലേ? സാക്കിന് ന്യൂനേഷൻ ഫാ ഉള്ളതുകൊണ്ട് അൻഫുസിഹിം. എങ്ങനെ? അയ്യോ. പിന്നെ അൻഫുസിഹിം. മീമിനേഷൻ വാവുണ്ട്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കഴിയുമ്പോ എന്താവും? ഒമിൻ അൻഫുസിഹിം. ചുണ്ട് പൂട്ടാണ്ടായി പോകും. അപ്പം മീം എന്താവില്ല? നഷ്ടപ്പെട്ടു. അപ്പം വമിൻ അൻഫുസിഹിം പറഞ്ഞാണ്. അയ്യോ. മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ. أنفسهم
വമിമ്മ അവിടെ ശബ്ദമുള്ള മീമുണ്ട് മണിക്കണം. വമിമ്മ ലാ യഅലമൂൻ യഅലമൂൻ എങ്ങനെ മാഷാ അല്ലാഹ്. അടുത്ത നോക്കിയോളൂ. വആയത്തുൽ ലഹുമുൽ ലൈലു ല്ലേ എന്താണ് വആയത്തുൻ അതല്ല വാവിന്റെ ശേഷം ഹംസയാണ്. ഒരു അലിഫുണ്ട് എന്തിനാണ് ഹംസ നീട്ടാളാട്ടെ അപ്പൊ വആന്നാവും. വആയത്തുല്ല ഇവിടെ എന്തുണ്ട് ഇദ്ഗാം ബിലാവുന്നെയാണ്. അവിടെ വആയത്തുല്ല അങ്ങനെ തുല്ല എന്ന് പറഞ്ഞ അരിയപ്പുണ്ടായിരുന്നു തുല്ല. അപ്പം വആയത്തുൽ ലഹുമുൽ ലൈലു ലഹുമുൽ ലൈലു വആയത്തുൽ ലഹുമുൽ ലൈലു രണ്ട് ലാമിനും ശ്രദ്ധയുണ്ട്. പിന്നെ ശ്രദ്ധയില്ലട്ടാ നസ്ലഹു നേരത്തെ പറഞ്ഞ ഖാണ്ട് ഇവിടെ ഖലഖ പറഞ്ഞിടത്തുള്ള ഖാണ്. നസ്ലഹു മിൻഹുൻ നഹാറ ഇവിടെ നോക്കിയോളൂ. ഈ മിൻഹു എന്നുള്ള ദമ്മിന് ശേഷം ഒരു അലിഫ് ഇവിടെ ഉണ്ട്, ലാം ഇവിടെ ഉണ്ട്. രണ്ടും ഉച്ചരിക്കണം നമ്മൾ. നേരെ അങ്ങോട്ട് പോവും, നൂനിലേക്ക് പോവാണ്. അങ്ങനെ മിൻഹുൻ നഹാറ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? എന്താവും ഫൈ അല്ലെ? ഫൈന്നായി പോവും. അവിടെ എന്താ വേണ്ടത്? ഫഇദ. പ്രശ്നം എന്താ ഉണ്ടാലും ഇവിടെ യാന്നായി പോവും. ഹംസക്ക് പകരം യാ ആയി വരാൻ സാധ്യതയുണ്ടല്ലേ. ഫഇദ ഹും മുസ്ലിമൂൻ ആണ് അല്ലെ. ഇതാണ് എന്ത്? ഇതിന്റെ പേരെന്താണ്? ഈ അക്ഷരം എന്താണ്? എന്താ പറയാ? വായിനെ പോലെ പുള്ളിട്ടല്ലേ ഈ അക്ഷരം പറയുമ്പോഴാണ് നാവിന്റെ തലഭാഗം ഇങ്ങനെ പല്ലുമ്പോ തട്ടിയിട്ട് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴുള്ള ഹാഫിൽ ബുഹർ നിസ്കാരം എന്നൊക്കെ പറയില്ലേ, അതിനുള്ള അക്ഷരമാണ് എന്ത്? മുസ്ലിമൂൻ. ആയിക്കോട്ടെ. അടുത്ത നോക്കിക്കോളൂ. വശംസു എന്താണ്? വാവിന് അക്ഷരം അലിഫുണ്ട്, പിന്നെ ലാമുണ്ട്. അത് രണ്ടും നമ്മൾ ഓതുണ്ടാ? ഓതിന് നേരെ ശ്രദ്ധ ശീലിലേക്ക് കടക്കണം. അപ്പൊ എന്താ ഓതുക? വശംസു എന്താണ്? തജ്രി ലിമുസ്തഖറിൻ ലഹാ. ഇങ്ങോട്ട് നോക്കിക്കോളൂ. ലിമുസ്തഖറി ഖാഫാണ്. ലാം അല്ലെ? ലാമിന് കസറാണ്. പിന്നെ ലാമിന് കസറ്, പിന്നെ മീമിന് ലമ്മ്, ലിമു, പിന്നെ സീനാണ് സുക്കൂനുള്ളത്. അപ്പൊ ലിമുസ്ത പിന്നെ ത പിന്നെ ഖാഫ്. ലിമുസ്തഖറിൻ അവിടെ റായിന് തർക്കീഖാണ്. ലിമുസ്തഖറിൻ ലഹാ ഖറിൻ ലഹാ ഇതാണ് ലിമുസ്തഖറിൻ ലഹാ. والشمس تجري لمستقر لها لمستقر لها ذلك അവിടെ ദാലാണ് ദാലായി പോയത്. ذلك تقدير العزيز العليم. നല്ല ശ്രദ്ധിക്കുന്ന സ്ഥലം എങ്ങെന്തായി പോവും? ذلك تقدير العزيز العليم. എന്ത് വേണം? രണ്ട് അയിനാണ് അവിടെ എന്തായി പോ ശ്രദ്ധായി പോകണ്ട. അപ്പം ذلك ഇങ്ങോട്ടൊക്കെ تقدير പറയണേ. ഖാഫാണ് കൽക്കലത്തുണ്ടാവും. تقدير പറയണേ. تقدير പറയും. تقدير പിന്നെ ആണ് രണ്ട് ആണ് അല്ലെ. تقدير العزيز العليم. عزيز العليم. عزيز അവിടെ എന്തായി പോരുത്? ذلك تقدير العزيز العليم എന്നായി പോയിട്ട് നമ്മള്
യാസീൻ ഓതിയിട്ട് നഷ്ടപ്പെട്ടു പോയത്, കുറ്റക്കാരായിരുന്ന അവസ്ഥ ഉണ്ടാവരുത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെ ഓതണം. ذَلِكَ تَقْدِيرُ الْعَزِيزِ الْعَلِيمِ. അവിടെ അസീസാണ്, അബ്ദുൽ അസീസാണ്. നമ്മൾ അസീസ് പറയും, അതല്ല അസീസാണ് അല്ലെ. ذَلِكَ تَقْدِيرُ الْعَزِيزِ الْعَلِيمِ. صدق الله العظيم. تقبل الله منا ومنكم.